ആദ്യമായി പൂക്കിയുടെ കോലം കത്തിക്കുകയാണ് കേരളത്തിൽ ആദ്യമായി. അതിത് തുടങ്ങി വെക്കുന്നത് ഈ മൂലം ജലോത്സവവുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ ഈ കത്തിക്കല് ഒരു ചെറിയ സംഭവമായിട്ട് അവസാനിക്കില്ല. കേരളത്തിൽ വരാം ആദ്യമായി പൂക്കിയുടെ കോലം കത്തിക്കുന്ന ചടങ്ങ് അതിമനോഹരമായിട്ട് ഇന്ന് അരങ്ങേറിയിരിക്കുകയാണ്. കുട്ടനാട്ടിലെ ജനങ്ങളാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ആ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. എന്തുകൊണ്ടാണ് ഈ കോലം കത്തിക്കേണ്ട അവസ്ഥയിലേക്ക് അവർ മാറിയതെന്നും എന്തുകൊണ്ടാണ് അവർ ഇത്രയും രോക്ഷാകുലരായിട്ട് ഈ കോലം കത്തിക്കുന്ന ഒരു പരിപാടി ചെയ്തിരിക്കുന്നതെന്നും എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അറിയില്ല എന്നുണ്ടെങ്കിൽ അറിയാത്ത ആളുകൾക്കായിട്ട് ഞാൻ നിങ്ങളൊരു വീഡിയോ കാണിച്ചു തരാം. എന്താണ് ആ വീഡിയോയിൽ പറയുന്നത് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തതാണ്. ആ വീഡിയോയിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് ഒരിക്കൽ കൂടി കണ്ടുപോക്കാം. എന്റെ നിയോജകമണ്ഡലമായ കുട്ടനാടിന്റെ അഭിമാനമാണ് ചരിത്ര പ്രസിദ്ധമായ മൂലം വള്ളംകളി. ഇത് 29/6/2026 പരമ്പരാഗത ചടങ്ങുകൾ പ്രകാരം നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളതാണ്. കുട്ടനാട് തഹസീൽദാർ ജനറൽ കൺവീനറായി നടത്തപ്പെടുന്ന കുട്ടനാട്ടിലെ വള്ളംകളിയോടനുബന്ധിച്ച് ആ ഒരു സമയത്ത് പ്രാദേശിക അവധി വേണമെന്ന് പറഞ്ഞ MLA-യുടെ അടുത്ത് പൂക്കി മുഖ്യൻ കാണിച്ച പൂക്കിത്തരം, പൂക്കി സ്റ്റൈലാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ആ അവധി ചോദിച്ച സമയത്ത് അത് സർക്കാരിന്റെ പരിഗണനയിലുണ്ട്, ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ പൂക്കി സതീശൻ അല്ലെങ്കിൽ പൂക്കി മുഖ്യൻ അങ്ങോട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ മൈക്ക് കോളറിൽ ഇരിക്കുന്ന കാര്യം അദ്ദേഹം മറന്നുപോയി. അദ്ദേഹം എടുത്തു പറഞ്ഞത് അത് നടക്കുന്ന കാര്യമൊന്നുമല്ല, അവധിയില്ല, ഒരു കോപ്പും ഇല്ല, ഇപ്പം ശരിയാക്കി തരാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇതിനെ ഏതൊക്കെ രീതിയിൽ ഇവർ മെഴുകുമെന്ന് എനിക്കിങ്ങനെ നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഇത് ഓൾറെഡി നമ്മൾ മാധ്യമങ്ങളുടെ അല്ല, ഡയറക്റ്റ് ക്യാമറ ഇരിക്കുകയാണല്ലോ. അപ്പം മാധ്യമങ്ങളുടെ മുൻപിലേക്ക് നല്ല രീതിയിൽ എക്സ്പോസ് ചെയ്തു. അപ്പം അങ്ങനെ ഒരു എക്സ്പോസ് ചെയ്യപ്പെട്ട സമയത്ത് എന്ത് കള്ളം പറയാൻ പറ്റും? അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞതാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അടുത്തിരിക്കുന്ന ആൾ അടുത്തൊരു ബെഞ്ചിലാണ്, അല്ലെങ്കിൽ അടുത്തൊരു ഡെസ്കിലാണ്, അല്ലെങ്കിൽ അടുത്തൊരു ചെയറിലാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അയാളോട് ഇത് പറയുന്ന സമയത്ത് നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇത് അയാളോട് പറയുക, ഇത് പറഞ്ഞ സ്പോട്ടിൽ തന്നെ അയാളോട് പറയുകയാണ് ഒരു കാരണവശാലും കൊടുക്കില്ല. ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഇത് VD സതീശനാണല്ലോ തീരുമാനിക്കുന്ന അവധി കൊടുക്കണോ വേണ്ട എന്നുള്ള, അല്ല VD സതീശന്റെ മൂത്താപ്പയായിട്ടുള്ള പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്ന നമ്മുടെ നരേന്ദ്രമോദിജി അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾ തന്നെയാണ് തീരുമാനിക്കുന്ന അവധി കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. അയാൾ കൊടുക്കാൻ പറ്റില്ല, അല്ലെ കൊടുക്കാം, ആലോചിക്കുന്നുണ്ട്, ആലോചനയിലുണ്ട്, പരിഗണനയിലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്ന ഉടനെ ഒരു കാരണവശാലും കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് മെഴുകി ഇറങ്ങിയത്, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്നത്. ഇത് കയ്യോടെ പൊക്കിയ മാധ്യമങ്ങൾ എല്ലാവരും, ഇവരെ അനുകൂലിച്ചുകൊണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് ജയ് വിളിച്ചുകൊണ്ടിരുന്ന മാധ്യമങ്ങളും ഇവർക്ക് വേണ്ടിയിട്ട് നന്ദികേട് കാണിച്ച് പിണറായി വിജയനെ സീറ്റിൽ നിന്ന് ഇറക്കി വലിയ വികസന മാറ്റം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അഹോരാത്രം പണിയെടുക്കാനായിട്ട്, അതായത് PR വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വലതുപക്ഷ അനുഭാവികളുമൊക്കെ ഇപ്പൊ പൂക്കിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. കാരണം വയനാട്ടിലെ ഒരു MLA അവഹേളിച്ച് വിട്ടിരിക്കുകയാണ്. ഒരു കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം അയാൾ ഒരു റിക്വസ്റ്റ് വെക്കുന്നു. ആ റിക്വസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കാതെ, ആ റിക്വസ്റ്റിനെ പറ്റി ഒന്ന് ആലോചിക്കാതെ, രണ്ടാമതൊന്നും ആലോചിക്കാതെ സ്പോട്ടിൽ പറയുകയാണ് ഒരു കാരണവശാലും കൊടുക്കില്ല. ആ ധാർഷ്ട്യമാണ് നമ്മളവിടെ കാണുന്നത്. ഈ മുഖ്യമന്ത്രി പൂക്കി മുഖ്യന്റെ ഈ ഒരു ധാർഷ്ട്യം, ഇതൊന്നുകൊണ്ട് തന്നെയാണ് വയനാട്ടിലെ പണി ഇപ്പം നടക്കാത്തതും, ഈ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാത്തത്, സ്ത്രീകൾക്ക് 1000 രൂപ വീതം, പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ വീതം അവർക്ക് മാസം കൊടുക്കുമെന്ന് പറഞ്ഞതും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് നടപ്പിലാക്കാതെ ഇരിക്കുന്നത്. ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത കേരളത്തിലെ കുറച്ച് മണ്ടന്മാർ, പ്രബുദ്ധ കേരളം എന്ന് വിളിക്കുന്നുണ്ട്, എന്നാലും ബുദ്ധി എന്ന് പറയുന്ന സാധനം ഇല്ലാത്ത കുറെ മരവാഴകളുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ആ കോലം കത്തിക്കുന്ന ആ ഒരു പരിപാടി, അതിന്റെ ആ ഒരു കലാപരിപാടി നമുക്ക് എന്തായാലും മുഴുവൻ കണ്ടു നോക്കാം. ഇവന് വേണ്ടി അല്ല, ഇവർക്ക് വേണ്ടി ജയ് വിളിച്ച ആളുകൾ തന്നെ ഇത് ചെയ്യുമ്പോൾ എന്താണ്, ആരെയാണ് പഴിക്കാൻ പറ്റുക അല്ലേ? ഒന്ന് കണ്ടു നോക്കാം. ആദ്യമായി പൂക്കിയുടെ കോലം കത്തിക്കുകയാണ് കേരളത്തിൽ ആദ്യമായി. അതിത് തുടങ്ങി വെക്കുന്നത് ഈ മൂലം ജലോത്സവവുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ ഈ കത്തിക്കല് ഒരു ചെറിയ സംഭവമായിട്ട് അവസാനിക്കില്ല. കേരളത്തിൽ വരാൻ പോകുന്ന നാളുകളിൽ ഈ മുഖ്യമന്ത്രിയെ ജനങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതിന്റെ തുടക്കമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ആ പ്രതിഷേധത്തിൽ പങ്കുചേരുന്നു. ഓ, നിങ്ങളിത് കാണുന്നത് കമ്മികളുടെ ഒരു സമരമൊന്നുമല്ല. കുട്ടനാട്ടിലെ ആ ഒരു കായിക പ്രേമികൾ അവരുടെ ഒരു ഒരു പ്രതിഷേധമാണ് കാണുന്നത്, അതിൻ്റെ ഒരു രീതിയാണ് കാണുന്നത്. അധികാരത്തിൽ വന്ന് വെറും 2 മാസമായപ്പോൾ തന്നെ ജനങ്ങൾ ഒരു മനുഷ്യന്റെ കോലം കത്തിക്കണമെന്നുണ്ടെങ്കിൽ, ഒരു നേതാവിന്റെ കോലം കത്തിക്കണമെന്നുണ്ടെങ്കിൽ ആ നേതാവ് എത്രത്തോളം അധപ്പതിച്ച ഒരു മനുഷ്യനാണെന്നും
നേതൃപാഠം എന്താണെന്ന് ഒരു നേതാവ് എങ്ങനെയായിരിക്കണം എന്നതിനെ പറ്റി ABCD അറിയത്തില്ല എന്നുള്ളതും നമുക്കിവിടെ വ്യക്തമല്ലേ? നിങ്ങൾ പറയുന്നത് 1 മാസമല്ലേ ആയുള്ളൂ, 2 മാസമല്ലേ ആയുള്ളൂ, വന്നിരിക്കാൻ അവസരം കൊടുക്കും, അവരിരുന്ന് ചെയ്യട്ടെ എന്നാണ്. ഈ തോന്നിവാസങ്ങൾ ഇരുന്ന് പറയുന്നതിനൊന്നും 1 മാസം 2 മാസം അല്ല എക്സ്പീരിയൻസ് ഒന്നും ഒരു ബാധകമല്ലേ കുട്ടി കൊങ്ങികളെ? നിങ്ങൾക്ക് എന്ത് തോന്നിവാസവും കാണിക്കാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി കസേരയിൽ വന്നിരുന്നതെങ്കിൽ അതിവിടെ നടക്കില്ല. കാരണം ഇവിടെ എല്ലാം ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന, എല്ലാം എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്ന, ജനങ്ങളെ കുഞ്ഞുങ്ങളെ പോലെ കരുതിയിരുന്ന ഒരു സർക്കാർ ഉണ്ടായിരുന്നു. ആ സർക്കാരിനെ തോൽപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലെ നന്ദികെട്ട നെറികെട്ട കുറച്ച് ജനങ്ങൾ വോട്ട് മാറ്റിക്കുത്തിയതിന്റെ ഫലമായിട്ടാണ് VD സതീശൻ എന്ന് പറയുന്ന പൂക്കി മുഖ്യനെ എന്നീ പറയുന്ന കസേരയിലേക്ക് കയറ്റി ഇരുത്താനായിട്ടൊരു കാരണമായത്. അപ്പോൾ പലരും പറയുന്നത് നന്ദികേടെന്ന് നീ പറയണ്ട, ജനങ്ങൾക്ക് ബുദ്ധിയുണ്ടെന്നാണ് പറയുന്നത്. എടാ കൊങ്ങികളെ, എടാ അടിമകളെ, ലേശമെങ്കിൽ ഉളുപ്പെന്ന് പറയുന്ന സാധനമുണ്ട്. ഈ സതീശനാദികളുടെ മൂടും താങ്ങിക്കൊണ്ടിരുന്നിട്ട് വന്ന് കമന്റ് ചെയ്യുകയാണ് ഇത് സതീശന്റെ കുഴപ്പമല്ല, ഇത് പിണറായി വിരുദ്ധത പരത്തുന്ന ആളുകൾ, അല്ലെ പിണറായിക്ക് വേണ്ടി സംസാരിക്കുന്ന PR ടീംസ് വന്ന് മെഴുകുന്നതാണ്, ക്യാപ്സ്യൂൾ പരുവത്തിൽ വരുന്നതാണെന്നുള്ളത്. നീയൊക്കെ കാണിക്കുന്ന തന്തയ്ക്ക് പിറക്കഴിയുക പിന്നെ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാ പറയേണ്ടത്? അതിന് അങ്ങനെ തന്നെയല്ലേ പറയേണ്ടത്? അങ്ങനെ തന്നെ പറയൂ. എന്തൊക്കെ രീതിയിൽ നീയൊക്കെ മെഴുകാൻ ശ്രമിച്ചാലും, എന്തൊക്കെ വിരട്ടലുമായിട്ട് വരാൻ ശ്രമിച്ചാലും ഇങ്ങനെ തന്നെ ഹൈലൈറ്റ് ചെയ്ത് തന്നെ പറയും. അതിനൊക്കെ നിനക്കൊക്കെ കുരു പൊട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മറ്റെടുത്ത് കൊണ്ടുവച്ച് പൊട്ടിച്ചാൽ മതി, എൻ്റെ അടുത്തോട്ട് വരരുതെന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണ്. അപ്പോൾ അധികാരത്തിൽ വന്ന് വെറും 2 മാസങ്ങൾ കഴിയുക തന്നെ ഈ VD സതീശന്റെ ഈ ഒരു പ്രതിമ അല്ലെ ഒരു കോലം കത്തിക്കണമെന്നുണ്ടെങ്കിൽ വെറും വൃത്തികെട്ട ഒരു നേതാവ് തന്നെയാണ്. നമ്മൾ ഇതിനു മുൻപൊന്നും ഇങ്ങനൊരു കലാപരിപാടി കണ്ടിട്ടില്ല അല്ലേ? ഉമ്മൻചാണ്ടിയുടെ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവാം. പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ മുഖ്യമന്ത്രിയായിട്ട് വന്ന സമയത്ത് ഇങ്ങനത്തെ കലാപരിപാടികൾ എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ? ഏതെങ്കിലും ഒരു കാര്യത്തിൽ, എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒന്ന് കാണിക്കാൻ പറ്റുമെന്ന് കാണിച്ചു തരിക. ചെറിയ കൊങ്ങികൾ, അണികൾ, ഇവരൊക്കെ കളിക്കുന്ന കളികളല്ല, ജനങ്ങൾ പ്രതികരിക്കുന്ന ഒരു കളി, അല്ലെ ജനങ്ങൾ പ്രതികരിക്കുന്ന ഒരു രീതി, അതുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കാണിച്ചു തരണം. എത്രയൊക്കെ കൊള്ളൂല എന്ന് നിങ്ങളൊക്കെ പറയാൻ ശ്രമിച്ചാലും നിങ്ങളുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് പിണറായി വിജയൻ ശരിയായിരുന്നു, അയാളായിരുന്നു ശരിയെന്നുള്ളത്. ഇല്ലെന്ന് ആർക്കൊക്കെ പറയാൻ പറ്റും? ആർക്കെങ്കിലും പറയാൻ പറ്റും? ഒരാൾക്കും പറ്റില്ല. പറയാൻ പറ്റും, അടിമകൾക്ക് പറയാൻ പറ്റും. അടിമകൾ വെച്ച് കൊടുക്കുന്ന ന്യൂസ് മാത്രം കാണുന്ന കുറെ കൊങ്ങികൾക്കും സംഘികൾക്കും കമ്മികൾക്കും പറയാൻ സാധിക്കും പിണറായി വിജയൻ തെറ്റായിരുന്നു എന്നുള്ളത്. അല്ലാതെയുള്ള എല്ലാ ആളുകളും അതിനെ അനുകൂലിച്ച് തന്നെ പറയുകയുള്ളൂ. ഇത് അനുകൂലിക്കുന്ന ഒരു നേതാവ് അല്ലെങ്കിൽ ഈ അണിയാണെന്ന് പറയുന്നതുകൊണ്ടൊന്നുമല്ല. ഏതൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിലും ആ മനുഷ്യന് അവരുടെ കൺമുൻപിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങളെ മാത്രം വെച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ തന്നെയായിരുന്നു ശരി. VD സതീശൻ വളരെയധികം ഫ്ലോപ്പാണ്, വെറും വാഴ എന്നേ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ആ നാട്ടിലെ ജനങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ കാണിച്ച വീഡിയോയിൽ കുട്ടനാട്ടിലെ അവധിയെ പറ്റി പറയുന്ന സമയത്ത് ഒരു കാരണവശാലും കൊടുക്കില്ല എന്ന് VD സതീശൻ പറഞ്ഞതിന് സ്പീക്കറായിട്ടുള്ള തിരുവഞ്ചൂർ ഈ പരാമർശമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മൂലം വള്ളംകളി അവധി പരാമർശം അതെല്ലാം ഓഫ് റെക്കോർഡ്, സഭാരേഖകളിൽ എഴുന്നേറ്റ് നിന്ന് പറയുന്നത് മാത്രം അത് നമ്മൾ അംഗീകരിക്കുകയുള്ളൂ, ഇരുന്നിട്ട് പറയുന്നതിനൊന്നും കുഴപ്പമില്ല എന്നാണ്. അങ്ങനെയെങ്കിൽ സ്പീക്കറായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറേ, അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ അച്ഛനൊക്കെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇരുന്നു കൊണ്ട് പറഞ്ഞതാണ്, എഴുന്നേറ്റ് നിന്ന് പറഞ്ഞാലേ അച്ഛന് വിളിക്കുന്നതാവുന്നുള്ളൂ എന്ന് നിങ്ങൾ പറയുമോ? ഒരിക്കലും ഇല്ലല്ലോ. ഇരുന്നുകൊണ്ട് പറഞ്ഞാലും നിന്നുകൊണ്ട് പറഞ്ഞാലും തോന്നിവാസം തന്നെയാണ്. എന്തൊരു മെഴുകലാണല്ലേ! ന്യായീകരണ തൊഴിലാളികൾ തന്നെയാണ് ഇവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ. ഈ ഒരു വിഷയത്തില് കുഞ്ഞാപ്പ ഒരു പ്രതികരണമായിട്ട് വന്നിട്ടുണ്ട്. കുട്ടനാട്ടിലെ ആ അവധിയെ പറ്റി ചോദിക്കുന്നതിൽ കുഞ്ഞാപ്പ പറയുന്നത് അത് അദ്ദേഹം വേറെ ആളോട് സംസാരിച്ചതാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് വീഡിയോ തുടങ്ങിയ സമയത്ത് പറഞ്ഞു എന്ത് കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ ഇവർക്ക് സാധിക്കുമെന്നുള്ളത് ഒരു ചോദ്യം ഞാൻ ചോദിച്ചു. അതിന്റെ ഉത്തരമാണ് ഈ കാണുന്നത്. കുഞ്ഞാപ്പ പറയുന്നത് അത് വേറൊരാളോട് പറഞ്ഞതാണ്, ഒരിക്കലും ആ ഒരു മന്ത്രിയോട് MLA പറഞ്ഞല്ല എന്നാണ് പറയുന്നത്. MLA വരെ അടിമയാണ്, അയാൾ ഇപ്പോഴും പറയാണ് അത് എന്നോടല്ല പറഞ്ഞത്, എനിക്ക് കുഴപ്പമില്ല, അത് അദ്ദേഹം പെട്ടെന്ന് അറിയാതെ പറഞ്ഞു പോയത്, അദ്ദേഹം എന്തായാലും അവധി തരും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. അടിമകൾ എന്നും അടിമകൾ തന്നെയാണ്. നമുക്ക് എന്തായാലും കുഞ്ഞാപ്പയുടെ വാക്കൊന്ന് കേട്ടു നോക്കാം. അല്ല, അത് വേറൊരു കാര്യം പറഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ. സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ആ സബ്ജക്റ്റിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അതിന്റെ ഇടയിൽ ചോദ്യം വന്നപ്പോ അത് എണീറ്റുന്ന ഉത്തരം പറഞ്ഞ് ഇരുന്നതിന് ശേഷം എന്നോടുള്ള സംസാരം തുടർന്നതാണെന്നാണ് എന്റെ ഓർമ്മ. ആ വിഷയം തന്നെ അല്ലാതാണ് എന്റെ ഓർമ്മ. അവധി അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ച് തീരുമാനിക്കുന്നു. അല്ല, ഇതൊരു പ്രതിപക്ഷ നേതാവല്ല ഇരുന്ന് സംസാരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഇപ്പോഴും പിണറായി വിജയൻ തന്നെയാണെന്ന് വെച്ചോ, പ്രതിപക്ഷ നേതാവ് VD സതീശനുമാണ്. അപ്പം മുഖ്യമന്ത്രിയാണല്ലോ ഈ പ്രാദേശിക അവധി വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്, അതായത് നമ്മുടെ മുകളിലിരിക്കുന്ന ഒരാൾ. അപ്പം നമ്മൾ പറയുകയാണ് ഒരു അവധി വേണമെന്ന് പറയുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു തലവൻ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള മുതിർന്ന ഒരു നേതാവ് പറയുകയാണ് അത് നമ്മൾ പരിശോധിച്ചിട്ട് പറയാം.
അപ്പം നമ്മുടെ ഏറ്റവും ആ മുതിർന്ന നേതാവിന്റെ മുകളിലിരിക്കുന്ന ബോസ് എന്ന് പറയപ്പെടുന്ന ഒരാൾ, പിണറായി വിജയൻ എന്ന എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ അതിന്റെ താഴെ ഇരിക്കുന്ന ഒരാൾ അപ്പോൾ പറയാം ഒരു കാരണവശാലും എന്തായാലും അവർ കൊടുക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രി എല്ലാം ഈ വി ഡി സതീശനാണ്. അധികാരം കയ്യിലുള്ളത് സതീശന്റെ കയ്യിലാണ്. എന്നിട്ട് സതീശൻ ഒരു കാരണവശാലും കൊടുക്കില്ല എന്ന് പറഞ്ഞത് അത് വേറൊരാളുടെ പേരിലേക്കാണല്ലോ, വേറൊരാളിനെ പറ്റിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ ദഹിക്കുന്ന സാധനമല്ലല്ലോ കുഞ്ഞാപ്പേ. ഇതൊക്കെ നിങ്ങളുടെ അടിമകൾ വിശ്വസിക്കും. നിങ്ങൾക്ക് വേണ്ടി PR വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ അടിമ കൊങ്ങികൾ വിശ്വസിക്കും. അവന്മാരോട് പറ. ബാക്കിയുള്ള കേരളത്തിലെ ജനങ്ങളെ മണ്ടന്മാരാക്കാൻ നോക്കല്ലേ. നിങ്ങൾ മണ്ടന്മാരാക്കിയത് കൊണ്ട് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്തതും ഇന്ന് പണി കിട്ടി വീട്ടിലിരിക്കുന്നതും. സ്വന്തം ആഹാരത്തിൽ സ്വയമേ മണ്ണ് വാരിയിട്ട് സ്വന്തം അന്നം മുട്ടിച്ച ആളുകളായിട്ട് തന്നെ ആ ആളുകൾ ഇരിക്കുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് കഴിഞ്ഞ 10 വർഷവും മുടങ്ങാതെ ഇരുന്നൊരു സാധനമായിരുന്നു അവരുടെ റേഷനും പെൻഷനും ഒക്കെ. ഇന്ന് അത് രണ്ടും മുടങ്ങിയിരിക്കുകയാണ്. ഇവിടുത്തെ മുഖ്യമന്ത്രി ബെക്കാഡിയുടെ പിന്നാലെ ഓടാനായിട്ടുള്ള തിരക്കിലല്ലേ, ആ ഒരു വ്യഗ്രതയല്ലേ, PM ശ്രീ ഒപ്പിട്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് എടുക്കാനുള്ള ഒരു തിരക്കിലല്ലേ. അതിൻ്റെയൊക്കെ ഇടയിൽ ഇതൊക്കെ മറക്കുമെന്നേ. സാധാരണ ജനങ്ങൾക്ക് ഒരു വിലയുമില്ല. വെറും പട്ടിയുടെ വില പോലും തരാത്ത ഒരു സർക്കാരിനെയാണ് നിങ്ങൾ കാണുന്നത്. ഈ തോന്നിവാസങ്ങൾക്കെതിരെ അതിശക്തവും വ്യക്തവുമായിട്ട് പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ അന്നം കൂടി നിൽക്കും, എല്ലാത്തിൻ്റെയും അന്നം മുട്ടും, അല്ല എല്ലാത്തിൻ്റെയും വെള്ളം കൂടി മുട്ടും. അവസാനം സതീശൻ മോശമാണ്, പിണറായി വിജയൻ ആയിരുന്നു ശരിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇനി 5 വർഷമുണ്ട്. ഈ 5 വർഷം കരഞ്ഞു തീർക്കുക എന്ന് കുറെ കൊങ്ങികൾ എന്ന് പറയുന്നുണ്ട്. എടാ മോനെ, കരയണോ ചിരിക്കണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക, ഞങ്ങളല്ല തീരുമാനിക്കണം. ഞങ്ങൾക്ക് ഓൾറെഡി അറിയാം നീയൊക്കെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങളും ഇവിടെ എന്തൊക്കെ തന്തയ്ക്ക് പറക്കാഴിയെ കാണിക്കുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്നേ. അതൊക്കെ തന്നെയാണ് നീയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അടിമകൾ എന്നും അടിമകൾ തന്നെയായിരിക്കും. ആ അടിമകൾ കരയണോ ചിരിക്കണോ വേണ്ട എന്നുള്ളത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത്, അല്ലെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ചർച്ച ചെയ്തിട്ട് നിങ്ങൾ തീരുമാനിക്കുക. അല്ലാതെ നമ്മളിത് പറയുമ്പോൾ നമ്മളെ കരയിപ്പിക്കാനും ചിരിപ്പിക്കാനും ഒന്നും നിങ്ങൾ നിൽക്കണ്ടെന്നേ. നിങ്ങളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടുതലിടാം മക്കളെ. ഓക്കെ, ബൈ.